ഇത് നമ്മുടെ ട്രിവാൻഡ്രം നന്തൻകോട് ഹോളി ഏഞ്ചൽസ് ISC സ്കൂളാണ്. അതായത് നമ്മുടെ ട്രിവാൻഡ്രത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂളായ അതായത് നമ്മുടെ നന്തൻകോട് ഹോളി ഏഞ്ചൽസ് സ്കൂളാണ്. നമ്മുടെ ICC സ്കൂളാണ്. ഇവിടെ നിന്ന് ഈ ഒരു വഴി ജസ്റ്റ് ഒരു 50 മീറ്റർ മാത്രം പോകുമ്പോൾ ഗോഡ്സ് ലൈനാണ്. ഈ വഴി ജസ്റ്റ് ഒരു 50 മീറ്റർ മാത്രം പോകുമ്പോൾ നമുക്കൊരു കിടിലൻ പ്രോപ്പർട്ടി ഇവിടെ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, നമ്മൾ ഗോഡ്സ് ലൈൻ കയറി ജസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു കിടിലൻ പ്രോപ്പർട്ടി 7 സെൻറ്റ് നല്ല അടിപൊളി പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്ക് കിട്ടുള്ളത്. അതായത് നമ്മുടെ ട്രിവാൻഡ്രം നമ്മുടെ ഹോളി ഏഞ്ചൽ സ്കൂൾ ഉണ്ടല്ലോ, അതാ കാണുന്ന ഹോളി ഏഞ്ചൽ സ്കൂളാണ്. അതിൻ്റെ ബിൽഡിംഗ് ആണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. അതായത് ഹോളി ഏഞ്ചൽ സ്കൂളിലെന്ന് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് കാണിച്ചത് അവിടെ നിന്ന് ജസ്റ്റ് ഒരു 50 മീറ്ററേ ഉള്ളൂ. ഹോളി ഏഞ്ചൽസ് ISC സ്കൂളാണ്, നമ്മുടെ ICSE സ്കൂളാണ്. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 50 മീറ്റർ വരുമ്പോഴാണ് ഈ ഒരു കിടിലൻ അടിപൊളി 7 സെൻറ്റ് പ്രോപ്പർട്ടി വിൽപ്പന ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ വില ഇവർ ചോദിക്കില്ല. നമുക്കിവിടെ വസ്തുവിൻ്റെ വിലയാണ് ചോദിക്കണം. ഇതൊരു സ്ക്വയർ പ്രോപ്പർട്ടിയാണ്. ഞാൻ കാണിച്ചു തരാം. സ്ക്വയർ പ്രോപ്പർട്ടി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് സ്ക്വയർ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ കാണുമ്പോൾ നമുക്കത് കറക്റ്റ് ഒരു വ്യത്യാസം മനസ്സിലാവില്ല. കണ്ട ഇത് നോക്കി, ഇവിടെ നിന്ന് ഏകദേശം നോക്കുമ്പോൾ കണ്ട ആ ഒരു മീറ്റർ ഫ്രണ്ടേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ വേണമെങ്കിൽ സ്കെച്ചും കൂടെ ഇൻക്ലൂഡ് ആക്കിയിരിക്കുക. ഇത് നോക്കുമ്പോൾ കറക്റ്റ് മനസ്സിലായി. അത്യാവശ്യം സ്ക്വയറാണ്, പക്ക സ്ക്വയറിലാണ് കിടക്കുന്നത്. കണ്ട ഇവിടെ ഒരു വാക്കൻ്റായിട്ട് കുറച്ച് പ്ലോട്ടും കൂടെ ഇവിടെ ഉണ്ട് ഈ പ്രോപ്പർട്ടിയിൽ, ഈ 7 സെൻറ്റിൽ. ഇത് നിങ്ങൾക്ക് ഇതിൽ വേറൊരു ഹൈലൈറ്റ് ഉണ്ട്. ഇത് കണ്ട നല്ല പക്ക കരഭൂമി ആണ് ഈ പ്രോപ്പർട്ടി. നല്ല അടിപൊളി കരഭൂമിയാണ്. ഈ വീട് ഏകദേശം ഒരു 40 വർഷം പഴക്കമുള്ള വീടാണ്. ഏകദേശം ഒരു 3 ബെഡ്റൂമൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ പഴക്കമുള്ള പഴയ വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ വീട് പൊളിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിർത്തുക, അല്ലെങ്കിൽ വീട് പൊളിച്ചിട്ട് ഇതിലേറ്റവും നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊമേഴ്ഷ്യൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണമായിരിക്കും നല്ലത് ഈ പ്ലോട്ട്. കാരണം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഇത് കണ്ട, ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. ഇത് എത്ര നിലയെന്ന് നോക്ക്, കണ്ട 2 നില ഒരു വലിയൊരു അപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ ഇത് ഗ്രൗണ്ട് ഫ്ലോർ വരെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി അപ്പാർട്ട്മെൻറ്റാണ്. അപ്പുറത്തെ സൈഡും ഒക്കെ അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പാർട്ട്മെൻറ്റ് ചെയ്യാൻ ഈ പ്രോപ്പർട്ടി സെറ്റാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഈ വീടങ്ങ് അടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് നല്ല ഒരു വലിയൊരു 3 നില അപ്പാർട്ട്മെൻറ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബിൽഡിംഗ് പെർമിറ്റൊക്കെ എന്തായാലും കിട്ടാൻ ചാൻസ് ആണ്. കാരണം ഇത് കണ്ടല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു ഇത് നോക്കി നോക്ക്, എത്ര നിലയായി നോക്കി നോക്ക്. കണ്ട എല്ലാം 2-3 നിലയായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ബിൽഡിംഗ് പെർമിറ്റ് എന്തായാലും കിട്ടും. അപ്പോൾ ഇതങ്ങ് അടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ റെൻറ്റിൻ്റെ കാര്യം പിന്നെ ഒന്നും പറയില്ല. IAS പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെയാണ് കൂടുതൽ പേരും ഇവിടെ റെൻറ്റിന് എടുക്കുന്നത്. കാരണം ഇവിടെ എല്ലാ സ്റ്റുഡൻസാണ് റെൻറ്റിന് എടുക്കുന്നത്. അത് നല്ല ടോപ്പ് ഏരിയയാണ്. അറിയാമല്ലോ, നന്തൻകോട് നമ്മുടെ ഹോളി ഏഞ്ചൽസ് ICSE സ്കൂൾ നേരെ ഓപ്പോസിറ്റിലാണ് ഈ ബിൽഡിംഗ് വരുന്നത്. അപ്പോൾ റെൻറ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ട. ബിൽഡിംഗ് ഇവിടെ ഒരു ബിൽഡിംഗ് വെച്ചാൽ കിടിലായിട്ട് റെൻറ്റ് കിട്ടും. അതായത് ഒരാൾക്ക് തന്നെ 5000 രൂപയാണ് ചാർജ് ചെയ്യണം. ഒരാൾക്ക് ഇവിടെ 5000 രൂപയ്ക്കാണ് ചാർജ് ചെയ്യണത്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു 10 റൂമൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ മാസം 1 ലക്ഷം രൂപയൊക്കെ കിടിലായിട്ട് നമുക്ക് റെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഈ ബിൽഡിങ് നോക്കണ്ട, ഇതിപ്പം പഴയ ബിൽഡിങ്ങാണ്. ഇവിടെ ഒരു ട്യൂഷൻ സെൻറ്റർ പോലെയൊക്കെയാണ് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഇത് നിങ്ങൾ നോക്കണ്ട. ബിൽഡിങ് പൊളിച്ച് കളഞ്ഞിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നല്ല 7 സെൻറ്റ് സ്ക്വയർ പ്രോപ്പർട്ടിയായി കണ്ണായ ഏരിയയാണ്. ഇപ്പോൾ ഇവിടെ നിന്നുള്ള ആക്സസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യം ഇല്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ട്രിവാൻഡ്രം നന്തൻകോടാണ്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. നന്തൻകോട് ജംഗ്ഷൻ എത്രയാണെന്ന് അറിയാം, 200 മീറ്ററേ ഉള്ളൂ. കാരണം ഈ സ്കൂളിൻ്റെ തൊട്ടടുത്ത്. അതായത് ഇവിടെ നിന്ന് നമുക്ക് ക്ലിഫ് ഹൗസ് പോകാൻ 900 മീറ്റർ, മ്യൂസിയം ഏകദേശം ഒരു 1.2 കിലോമീറ്റർ. അതുപോലെ തന്നെ LMS ചർച്ച് എത്രയാണെന്ന് അറിയാമോ, 1.1 കിലോമീറ്റർ. നമ്മുടെ CSI LMSൻ്റെ അതൊരു 1.1 കിലോമീറ്റർ. പിന്നെ PMG ജംഗ്ഷൻ 2.8 കിലോമീറ്റർ. വെള്ളയമ്പലം ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ. പാളയം 3.2 കിലോമീറ്റർ. നമ്മുടെ കേരള നിയമസഭ 1.7 കിലോമീറ്റർ മാത്രം. അതുപോലെ തന്നെ നമ്മുടെ SUT ഹോസ്പിറ്റൽ 2. നമ്മുടെ പട്ടം SUT ഹോസ്പിറ്റൽ 2.2 കിലോമീറ്റർ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കനകക്കുന്ന് മ്യൂസിയം എല്ലാം ജസ്റ്റ് ഒരു 1.2 1.5. കനകുന്നെല്ലാം 1.5 അത്രയൊക്കെ വരുള്ളൂ. അത്രയും എന്ന് വെച്ചാൽ കവടിയാറെല്ലാം തൊട്ടടുത്ത്. നമുക്ക് അത്രയും പ്രീമിയം ഏരിയയാണ്. എന്ന് വെച്ചാൽ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കവടിയാറ് പോലെ ടോപ്പ് പ്രീമിയം ഏരിയയാണ് നമ്മുടെ നന്തൻകോട്. അതും നന്തൻകോട് ജംഗ്ഷന് തൊട്ടടുത്താണ് ഈ പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കവടിയാറ് ജവഹർനഗർ എന്ന് പറയും പോലെയാണ് നന്തൻകോടിലെ ഹോളി ഏഞ്ചൽസ് സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഗോഡ്സ് ലൈനിലാണ് വന്നിട്ടുള്ളത്. അതായത് ഇത്രയും പ്രൈം പക്ക പ്രൈം ഏരിയ. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എത്രയാണെന്ന് അറിയാമോ? നമുക്ക് ഈ ഓട്ടോ ഒക്കെ കയറുന്ന വഴിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. കണ്ട ഓട്ടോ കയറുന്ന വഴിയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ അത്രയും പ്രീമിയം ഏരിയയാണ്. കാരണം ഹോളി ഏഞ്ചൽസ് സ്കൂളിൻ്റെ തൊട്ടടുത്താണ് വന്നിട്ടുള്ളത്. അത്രയും പ്രീമിയം ഏരിയ. ക്ലിഫ് ഹൗസ് ഒക്കെ ജസ്റ്റ് 900 മീറ്റർ ഉള്ളൂ. അതായത് ഇവിടെ ഒരു പ്രോപ്പർട്ടി കിട്ടാൻ ഭയങ്കര പാടെന്ന് വെച്ചാൽ അത്രയും പാടാണ്. ഇവിടെ ഒരെണ്ണം വാങ്ങിച്ചാൽ പിന്നെ ഒരിക്കലും ഇവിടെ ആരും അങ്ങനെ സെയിലാക്കണമല്ല. ഇതിപ്പോൾ അത്യാവശ്യമായതുകൊണ്ടാണ് ഇവർ സെയിലാക്കണത്. അതുകൊണ്ടാണ് സെയിലാക്കണം. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് സെൻറ്റിന് 28 ലക്ഷം രൂപയാണ്. സെൻറ്റിന് 28 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മൊത്തത്തിൽ എടുക്കാൻ പറ്റൂല, നിങ്ങൾക്ക് അഫോർഡബിൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് 3.5 സെൻറ്റ് വീതമായിട്ട് ഡിവൈഡ് ചെയ്ത് തരും. അതുകൊണ്ട് മൊത്തം 7 സെൻറ്റാണ്. അപ്പോൾ 3.5
മൂന്നരയായിട്ട് ഡിവൈഡ് ചെയ്ത് വരെ തരും. അപ്പോൾ നിങ്ങൾക്ക് മൂന്നരയായിട്ട് ഇവിടെ നിന്ന് മുറിച്ചെടുക്കാം. അവിടെ കുറച്ച് വേക്കൻ്റ് ആയിട്ട് അപ്പുറത്ത് കുറച്ച് പ്ലോട്ട് ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് വേക്കൻ്റ് ആയിട്ട് കുറച്ച് പ്ലോട്ട് ഉള്ളതുകൊണ്ട് ഈ സൈഡ് ഇവിടെ നിന്ന് വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഇവിടെ നിന്ന് വെച്ച് ഒരു കട്ട് ചെയ്ത് മുറിച്ചിട്ട് ഈ വീടിൻ്റെ ഇവിടെ നിന്ന് നടുക്കായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് മൂന്നരയായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് 2 വീടായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം. അങ്ങനെയായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് വരെ തരും. ഇതിപ്പോൾ മൊത്തത്തിൽ എടുക്കുക അഫോർഡബിൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് തരും. അതല്ലെങ്കിൽ നിങ്ങളിത് മൊത്തത്തിൽ പൊളിച്ചിട്ട് അപ്പാർട്ട്മെൻറ്റായിട്ട് ചെയ്യുക. അപ്പാർട്ട്മെൻറ്റ് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ. മൊത്തം എടുക്കുക അപ്പാർട്ട്മെൻറ്റായിട്ട് കിടിലായിട്ട് കെട്ടിപ്പൊക്കെ റെൻറ്റിന് കൊടുക്കുക. അതായത് 10-15 റൂമെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മാസം 1.5 ലക്ഷത്തിന് മേലെ നിങ്ങൾക്ക് റെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റും. കാരണം ഒരു 3-4 CR അടുപ്പിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് കിട്ടുക. ഇത് വാങ്ങിക്കുക, അപ്പാർട്ട്മെൻറ്റ് കിട്ടുക, നല്ല രീതിക്ക് ഇൻകം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏരിയയാണ്. കാരണം ഇത്രയും പ്രൈം ഏരിയ നന്തൻകോടിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കവടിയാറ്, നന്തൻകോട് ഈ ഒരു പ്രീമിയം ഏരിയാസിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് വെച്ചോയെ. നമ്മുടെ AK പ്രോപ്പർട്ടീസ് പേജ് ഫോളോ ചെയ്ത് വെച്ചോ. ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഫോളോ ചെയ്തോ, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോയെ. ഇനി നിങ്ങൾക്ക് ഇതേപോലത്തെ അടിപൊളി പ്രോപ്പർട്ടി ആണെങ്കിൽ പേജ് ഫോളോ ചെയ്ത് വെച്ചോ. അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഡയറക്റ്റ് ഓണറിനെ വിളിച്ച് ഡയറക്റ്റ് കമ്മീഷൻ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഡീലാക്കാൻ പറ്റും. ഇതാണ് നമ്പർ. ഈ നമ്പറിൽ ഡയറക്റ്റ് ഓണർ വിളിച്ചോ, കമ്മീഷൻ കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഇതാ ഈ നമ്പറിൽ അങ്ങ് വിളിച്ചോ, സെറ്റ് ആക്കിയതാ.